ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നത് സമകാലിക സമൂഹത്തെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്: യുവജനങ്ങളിലെ അപ്രതീക്ഷിത ഹൃദയസ്തംഭനവും മരണവും. അടുത്തിടെ നമ്മൾ കണ്ട സംഭവങ്ങൾ, പ്രത്യേകിച്ച് 24 വയസ്സുള്ള യുവതി സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം, നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ പ്രതിഭാസത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. ലോകാരോഗ്യ സംഘടനയുടെ 2023 വിശദമായ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ വർഷവും 18.6 ദശലക്ഷം പേർ കാർഡിയോവാസ്കുലർ രോഗങ്ങൾ മൂലം മരണമടയുന്നു. ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം 40 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം ഏകദേശം 2 ദശലക്ഷമാണ് എന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ യുവജനങ്ങളിലെ ഹൃദ്രോഗ മരണനിരക്ക് 15% വർദ്ധിച്ചിട്ടുണ്ട് എന്ന വസ്തുത നമ്മെ അതീവ ജാഗ്രതയിലേക്ക് നയിക്കേണ്ടതാണ്. മനുഷ്യ ശരീരത്തിന്റെ പരിണാമ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ശരീരം പരിണമിച്ചത് നിരന്തരം ചലിക്കുന്നതിനാണ്. വേട്ടയാടി ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ പിന്തുടരുന്ന ജനിതക പാരമ്പര്യം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു. എന്നാൽ ആധുനിക ജീവിതരീതി ഈ സ്വാഭാവിക പ്രവണതയ്ക്ക് വിരുദ്ധമാണ്. 21ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യകളുടെ വളർച്ച നമ്മുടെ ജീവിതരീതിയെ സമൂലമായി മാറ്റിമറിച്ചിരിക്കുന്നു. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസത്തിന്റെ മിക്ക സമയവും ഇരുന്നു ജോലി ചെയ്യുന്നവരാണ്. ഈ സെഡൻഡറി ജീവിതരീതി നമ്മുടെ ശരീരഘടനയ്ക്കും പ്രവർത്തന രീതിക്കും അനുയോജ്യമല്ല. ഹൃദയത്തിന്റെ സങ്കീർണമായ പ്രവർത്തന രീതിയിലേക്ക് നമുക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ അവയവമാണ് ഹൃദയം. ഗർഭസ്ഥ ശിശുവിന്റെ 4ാം ആഴ്ചയിൽ തന്നെ മിടിച്ചു തുടങ്ങുന്ന ഈ അവയവം മരണം വരെ നിർത്താതെ പ്രവർത്തിക്കുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതകാലത്ത് ഹൃദയം ഏകദേശം 2.5 ബില്യൺ തവണ മിടിക്കുന്നു. ഓരോ മിനിറ്റിലും ശരാശരി 70 തവണ മിടിക്കുന്ന ഹൃദയം ദിവസേന 7000 ലിറ്റർ രക്തം ശരീരത്തിലുടനീളം പമ്പ് ചെയ്യുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സിനോആട്രിയൽ നോഡ് എന്ന പ്രത്യേക കോശങ്ങളുടെ സമൂഹമാണ്. ഇവ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ ഹൃദയപേശികളിലേക്ക് സഞ്ചരിച്ച് അവയെ ചുരുങ്ങാനും വികസിക്കാനും പ്രേരിപ്പിക്കുന്നു. ഈ പ്രക്രിയയിലെ ഏതെങ്കിലും തരത്തിലുള്ള തകരാർ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിന് കാരണമാകാം. യുവജനങ്ങളിലെ ഹൃദയസ്തംഭനത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ സങ്കീർണമാണ്. ജനിതക ഘടകങ്ങൾ മുതൽ പാരിസ്ഥിതിക ഘടകങ്ങൾ വരെ ഇതിന് കാരണമാകാം. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി (HCM) എന്ന ജനിതക രോഗം യുവജനങ്ങളിലെ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഈ അവസ്ഥയിൽ ഹൃദയപേശികൾ അസാധാരണമായി കട്ടിയാകുന്നു. ഇത് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ഹൃദയതാളത്തിൽ അപകടകരമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ലോങ് ക്യൂടി സിൻഡ്രോം പോലുള്ള ജനിതക വൈദ്യുത പ്രവാഹ അസന്തുലിതാവസ്ഥകളും യുവജനങ്ങളിൽ പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകാം. ഈ അവസ്ഥയിൽ ഹൃദയത്തിലെ വൈദ്യുത സിഗ്നലുകളുടെ പ്രവാഹം അസാധാരണമായി നീണ്ടുനിൽക്കുന്നു. ഇത് അപകടകരമായ താള വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ആധുനിക ജീവിതശൈലിയുടെ സ്വാധീനം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമിതമായ മാനസിക സമ്മർദ്ദം, ശാരീരിക വ്യായാമത്തിന്റെ അഭാവം, അമിതമായ കാഫീൻ ഉപയോഗം, മദ്യപാനം, പുകവലി തുടങ്ങിയവ ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കോർപ്പറേറ്റ് ജീവിതത്തിന്റെ ഭാഗമായി നീണ്ട ജോലി സമയം, അനിയന്ത്രിതമായ ഭക്ഷണക്രമം, ഉറക്കക്കുറവ് എന്നിവയും ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങളും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ വ്യാപനം, പ്രോസസ്ഡ് ഭക്ഷണത്തിന്റെ അമിത ഉപയോഗം, ട്രാൻസ് ഫാറ്റുകളുടെ ഉപയോഗം, അമിത ഉപ്പ് എന്നിവ ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ നിന്നുള്ള വ്യതിയാനം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെയും മെറ്റബോളിക് പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളും ഈ പ്രശ്നത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. നഗരവൽക്കരണം, വർദ്ധിച്ച മത്സരം, ഉയർന്ന ജീവിത ചെലവ്, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ യുവജനങ്ങളിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അമിത മാനസിക സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ ഉയർത്തുകയും ഹൃദയാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഹാർട്ട് അസോസിയേഷന്റെ 2023 വിശദമായ പഠന റിപ്പോർട്ട് പ്രകാരം 30 വയസ്സിനു താഴെയുള്ളവരിൽ ഹൃദയാഘാത സാധ്യത കഴിഞ്ഞ 10 വർഷത്തിനിടെ 20% വർദ്ധിച്ചിട്ടുണ്ട്. നഗരവാസികളിൽ ഈ നിരക്ക് 35%. പ്രത്യേകിച്ച് മെട്രോ സിറ്റികളിൽ ജീവിക്കുന്ന യുവ പ്രൊഫഷണലുകളിൽ ഈ പ്രവണത കൂടുതൽ പ്രകടമാണ്. സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കുറവാണെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ 18% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ്-19 മഹാമാരിയുടെ സ്വാധീനവും ഈ വിഷയത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കോവിഡ് രോഗബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന് വിവിധ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വൈറസ് ബാധ ഹൃദയപേശികളെ നേരിട്ട് ബാധിക്കുകയും രക്തക്കട്ട രൂപീകരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ വാക്സിനും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം കണ്ടെത്തിയിട്ടില്ല. ലാൻസെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച 2023 വിശദമായ പഠനത്തിൽ 10 ദശലക്ഷം കേസുകൾ പരിശോധിച്ചപ്പോൾ വാക്സിനേഷനും ഹൃദയസ്തംഭനവും തമ്മിൽ കാര്യകാരണ ബന്ധം കണ്ടെത്താനായില്ല.
ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും. ഇവ രണ്ടും വ്യത്യസ്തമാണ്, പക്ഷേ പലപ്പോഴും ഇവയെക്കുറിച്ച് കുഴപ്പമുണ്ടാകാറുണ്ട്. ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക്, ഇത് സംഭവിക്കുന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ, കൊറോണറി ആർട്ടറീസ്, ബ്ലോക്ക് ആകുമ്പോഴാണ്. ഇത് മൂലം ഹൃദയത്തിന്റെ ഒരു ഭാഗത്തേക്ക് രക്തപ്രവാഹം നിലച്ചുപോകുന്നു. ഇത് ഹൃദയപേശികൾക്ക് നാശം വരുത്തും. ഇതിന്റെ ലക്ഷണങ്ങൾ ക്രമേണ വർദ്ധിക്കാറുണ്ട്. ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്, ഇത് പെട്ടെന്ന് സംഭവിക്കുന്നു. ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ക്രമരഹിതമാകുമ്പോൾ ഹൃദയം ഇടിക്കുന്നത് നിർത്തുന്നു. രക്തപ്രവാഹം നിലച്ചുപോകുന്നു. ഇത് മൂലം മസ്തിഷ്കത്തിന് ഓക്സിജൻ ലഭിക്കാതെ വ്യക്തി പെട്ടെന്ന് മരിക്കാം. ഇതിന് മുൻകൂട്ടി ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്തുകൊണ്ടാണ് ഹെൽത്തിയായ ആൾക്കാർക്ക് ഹൃദയസ്തംഭനം വരുന്നത്? ഇത് ഒരു സങ്കീർണമായ പ്രശ്നമാണ്. ഇതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. ജനിതക കാരണങ്ങൾ. ചിലർക്ക് ജനിതകമായി ഹൃദയരോഗങ്ങളുടെ സാധ്യത കൂടുതലാണ്. ഇത് അവരുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ ബാധിക്കാം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ശരീരത്തിലെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ ബാധിക്കാം. അമിതമായ അധ്വാനം, പെട്ടെന്നുള്ള അമിതമായ ശാരീരിക അധ്വാനം ഹൃദയത്തെ സ്ട്രെസ് ചെയ്യാം. ഇത് ഹൃദയസ്തംഭനത്തിന് കാരണമാകാം. ഹോർമോൺ വ്യതിയാനങ്ങൾ, തൈറോയിഡ് ഹോർമോണുകളുടെ അസാധാരണത, അഡ്രിനാലിൻ സർജ് തുടങ്ങിയവ ഹൃദയത്തെ ബാധിക്കാം. രക്തത്തിന്റെ സാന്ദ്രത, രക്തം കട്ടപിടിക്കുന്നത് ഹൃദയത്തിലെ രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യാം. ഇത് ഹൃദയസ്തംഭനത്തിന് കാരണമാകാം. ഇനി നമുക്ക് ഈ അവസ്ഥ തടയുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക് കടക്കാം. ആധുനിക ജീവിതത്തിൽ പൂർണ്ണമായും ഹൃദയസ്തംഭനം തടയാൻ കഴിഞ്ഞേക്കില്ലെങ്കിലും അപകടസാധ്യത ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഇതിനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓരോ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും മിതമായ വ്യായാമം ചെയ്യണം. നടത്തം, സൈക്ലിംഗ്, നീന്തൽ തുടങ്ങിയ എയ്റോബിക് വ്യായാമങ്ങൾ ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് വൈദ്യപരിശോധന നടത്തുന്നത് നല്ലതാണ്. കാരണം ചില ജനിതക ഹൃദ്രോഗങ്ങൾ ഉള്ളവർക്ക് കഠിന വ്യായാമം അപകടകരമാകാം. ഭക്ഷണക്രമത്തിനും വളരെ പ്രാധാന്യമുണ്ട്. മെഡിറ്ററേനിയൻ ഡയറ്റ് പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണരീതികൾ ഹൃദയാരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഒമേഗ-3 സമൃദ്ധമായ മത്സ്യങ്ങൾ, നട്ട്സ്, ഒലിവ് ഓയിൽ എന്നിവ ധാരാളമായി ഉൾപ്പെടുത്തണം. സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ, ട്രാൻസ് ഫാറ്റ്, അമിത ഉപ്പ്, പഞ്ചസാര എന്നിവ പരമാവധി കുറയ്ക്കണം. ഉറക്കത്തിന്റെ പ്രാധാന്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. രാത്രിയിൽ 7 മുതൽ 8 വരെ മണിക്കൂർ ഗുണമേന്മയുള്ള ഉറക്കം ആവശ്യമാണ്. ഉറക്കക്കുറവ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യുന്നു. കൃത്യമായ ഉറക്ക ഉണർവ് ചക്രം പാലിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മാനസിക സമ്മർദ്ദ നിയന്ത്രണവും പ്രധാനമാണ്. യോഗ, ധ്യാനം, ശ്വാസായാമം തുടങ്ങിയവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മാനസിക സമ്മർദ്ദം ശരീരത്തിൽ അഡ്രിനലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ആധുനിക ഗവേഷണ പുരോഗതികളിലേക്ക് കടക്കാം. ജനറ്റിക് സ്ക്രീനിംഗ് രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഹൃദയസ്തംഭന സാധ്യത മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്നു. ഹൃദയപേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിലെ വ്യതിയാനങ്ങൾ കണ്ടെത്താൻ ഇപ്പോൾ കഴിയും. ഇത് പ്രത്യേകിച്ച് കുടുംബപരമായി ഹൃദ്രോഗ ചരിത്രമുള്ളവർക്ക് വളരെ പ്രയോജനകരമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഹൃദയസ്തംഭന പ്രവചനത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇലക്ട്രോകാർഡിയോഗ്രാം, ECG ഡാറ്റ വിശകലനം ചെയ്ത് ഹൃദയസ്തംഭന സാധ്യത മുൻകൂട്ടി കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല, വയർലെസ് ഹാർട്ട് മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ 24 മണിക്കൂറും ഹൃദയതാളം നിരീക്ഷിക്കുകയും അസാധാരണതകൾ കണ്ടെത്തുകയും ചെയ്യുന്നു. സ്റ്റെം സെൽ തെറാപ്പിയിലും ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. നശിച്ച ഹൃദയപേശികളെ പുനരുജ്ജീവിപ്പിക്കാൻ സ്റ്റെം സെല്ലുകൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഹൃദയാഘാതത്തിന് ശേഷമുള്ള പുനരധിവാസത്തിൽ വലിയ സാധ്യതകൾ തുറക്കുന്നു. ജീൻ തെറാപ്പി രംഗത്തെ പുരോഗതിയും പ്രതീക്ഷ നൽകുന്നതാണ്. ജനിതക ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളെ തിരുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. CRISPR-Cas9 പോലുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് വലിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. ഹൃദയസ്തംഭനത്തിന്റെ അടിയന്തര പ്രതികരണ മാർഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹൃദയസ്തംഭനം സംഭവിക്കുന്ന ആദ്യ മിനിറ്റുകൾ അതിനിർണായകമാണ്. ഈ സമയത്ത് ശരിയായ ഇടപെടലുകൾ നടത്തിയാൽ ജീവൻ രക്ഷിക്കാനാകും. ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി. നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അമിതവിയർപ്പ്, ഛർദി, നെഞ്ചിടിപ്പ്, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കണം. കാത്തിരിക്കാതെ 108 അല്ലെങ്കിൽ ആംബുലൻസ് സേവനത്തെ വിളിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ CPR, കാർഡിയോപൾമണറി റീസസിറ്റേഷൻ നൽകാൻ അറിയുന്നത് വളരെ പ്രധാനമാണ്. CPR നൽകുമ്പോൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത് മിനിറ്റിൽ 100 മുതൽ 120 വരെ തവണ എന്ന നിരക്കിൽ അമർത്തണം. നെഞ്ചിന്റെ 5 മുതൽ 6 വരെ സെന്റിമീറ്റർ താഴ്ചയുണ്ടാക്കണം. ഓരോ 30 കംപ്രഷനും കഴിയുമ്പോൾ 2 ശ്വാസം നൽകണം.
ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ AED ഉപയോഗിക്കാൻ അറിയുന്നതും പ്രധാനമാണ്. പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ AED സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇത് ഹൃദയതാളം പുനഃസ്ഥാപിക്കാൻ സഹായിക്കും. AED യന്ത്രം ഓഡിയോ നിർദ്ദേശങ്ങൾ നൽകും, അത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. പൊതുജനാരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ഇവിടെ എടുത്തുപറയേണ്ടതുണ്ട്. സ്കൂളുകളിലും തൊഴിൽ സ്ഥലങ്ങളിലും CPR പരിശീലനം നിർബന്ധമാക്കണം. ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം നൽകണം. ഭാവിയിലെ ഗവേഷണ ദിശകളിലേക്ക് നോക്കുമ്പോൾ നാനോ ടെക്നോളജി അധിഷ്ഠിത ചികിത്സാ രീതികൾ വലിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. നാനോ റോബോട്ടുകൾ ഉപയോഗിച്ച് കൊറോണറി ആർട്ടറികളിലെ അടപ്പുകൾ നീക്കം ചെയ്യാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹൃദയ കവാടങ്ങളും മറ്റു ഭാഗങ്ങളും നിർമ്മിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കപ്പെടുന്നു. ഇത്തരം സാങ്കേതിക വിദ്യകളുടെ വികാസം ഹൃദയസ്തംഭനത്തിന്റെ പ്രതിരോധത്തിലും ചികിത്സയിലും പുതിയ മാനങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഇവയുടെ ചെലവ് കുറച്ച് എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ് വെല്ലുവിളി. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ മെച്ചപ്പെടുത്തുകയും സർക്കാർ സബ്സിഡികൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ഈ വെല്ലുവിളി നേരിടാനാകും. ജനസംഖ്യാ വർധനവും ജീവിതശൈലി രോഗങ്ങളും കാരണം ഭാവിയിൽ ഹൃദയസ്തംഭന സംഭവങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ മാർഗങ്ങൾക്കും ഗവേഷണങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സമഗ്രമായ പദ്ധതികൾ ആവശ്യമാണ്.